എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് തലയോലപ്പറമ്പ് പാലാങ്കടവിൽ നിന്നാണ്. എൻ്റെ അമ്മയുടെ ഇല്ല അവിടെയാണ്. ഇന്ന് വൈക്കത്ത് അഷ്ടമി ദിവസമാണ്. അപ്പം നമ്മൾ വൈക്കത്ത് കാഴ്ചകളൊക്കെ കാണാനായിട്ട് വൈകിട്ട് വെയിലൊക്കെ താന്നപ്പോൾ ഒന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്നാണ് അച്ഛനും അമ്മയും കണ്ണനും ഇങ്ങോട്ടെത്തിയത്. ഞാൻ ഇന്നലെ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ അവർ ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും വൈക്കത്ത് അമ്പലത്തിലും എല്ലാം പോയി തൊഴുതു. രാവിലെ ആകുമ്പോൾ വലിയ തിരക്കില്ലല്ലോ. ഇനിയിപ്പം നമുക്ക് പതുക്കെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് പോരാന്നോർത്ത് ഇങ്ങ് പോരുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ കോളേജിൻ്റെ ബസ് അവിടെ കിടക്കുന്നുണ്ട്, SJCT. അപ്പോൾ ഇവിടെയാണ് ഇടുന്നതെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കിഴക്കേ കവാടം. അവിടെ വണ്ടിയൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല, നല്ല തിരക്കായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ അമ്മയുടെ ഫ്രണ്ട് റീനു ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. ഇത് വൈക്കത്ത് അമ്പലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് വണ്ടി ഇട്ടത്. അവിടെ റീനു ആൻറ്റി ഇല്ലയെന്ന് പറഞ്ഞു. റീനു ആൻറ്റിയുടെ അപ്പച്ചനും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനി അഷ്ടമി കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് നടക്കുകയാണ് ഗൈസ്. ഇവിടെ ഇടയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് ഫുൾ കണ്ടോ കരിമ്പ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. അതിൻ്റെ വിൽക്കാനും വെച്ചിട്ടുണ്ട്, ജ്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി, അതാട്ടോ വീഡിയോ എടുത്തേ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം കണ്ട് നടക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ബീച്ചിൻ്റെ സൈഡിലേക്കാണ്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ കാർണിവൽ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കയറുമോ ഇല്ലയോ എന്നൊന്നും തീരുമാനിച്ചൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് ഇങ്ങനെ പോരാന്ന് ഓർത്തു. എവിടെ ചെന്നാലും കണ്ണൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കപ്പലണ്ടി. അപ്പോൾ കപ്പലണ്ടി വാങ്ങിച്ച് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിന്നു. അപ്പോൾ ഇതാണ് ഗൈസ് കാർണിവലിൻ്റെ അവിടേക്കുള്ള എൻട്രി പോയിൻ്റ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് എടുക്കാനും ക്യൂ ആണ്, കയറാനും ഭയങ്കര ക്യൂ. നമ്മൾ ആലപ്പുഴയൊക്കെ ഫെസ്റ്റിന് പോയപ്പോൾ ഉള്ള പോലത്തെ ക്യൂ. അന്നേരമാണ് നമ്മൾ ആര്യമായി ഒക്കെ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ അങ്ങനെ കാണാനൊന്നുമില്ല, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രസമുണ്ട്, പിന്നെ റൈഡൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കയറാനും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കോളിഫ്ലവർ ബജിയും വാങ്ങിച്ച് കഴിച്ച് തിരിച്ചിങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടു. അവർ ബീച്ചിൻ്റെ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഒരുമിച്ച് ബാക്കി കാണാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ കണ്ണമ്മൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, ജേഴ്സി കട. അപ്പോൾ അവൻ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് അവിടുന്ന്. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ 2 ചെറിയ പിള്ളേർ ആമിക്കും ഉണ്ണിമോക്കും കൊടുക്കാനായിട്ട് കളിപ്പാട്ടവും വാങ്ങിച്ച്, പിന്നെ നമ്മൾ പോപ്കോണും പൊരിയൊക്കെ സ്ഥിര സാധനങ്ങൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഇനി ഇങ്ങ് ഇല്ലത്തോട്ട് പോരാം. ദാ ഈ വരുന്ന പ്രിയദർശിനി ബസ് നമ്മുടെ റീനു ആൻറ്റിയുടെ ബസ്സാട്ടോ. നമ്മൾ റീനു ആൻറ്റിയുടെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും റീനു ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കുകയാണ്. ഇതാണ് റീനു ആൻറ്റിയുടെ അമ്മച്ചി.
നമ്മുടെ അമ്മ ഇവിടെ ടീച്ചറിൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്, മോളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.